ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദോശാസ് ബിസി വിത്ത് ചട്നി. ഇന്ന് എനിക്ക് വൺ ഓഫ് ദ എക്സൈറ്റിംഗ് കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. ഇന്നൊരു വിൻ്റർ ഫുഡ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ഫ്രൈഡ് പെപ്പേഴ്സ്, പിന്നെ പെപ്പർ വെച്ചിട്ടുള്ളൊരു സാധനമാണ്. പിന്നെ ഇപ്പോൾ തണുപ്പൊക്കെ തുടങ്ങിയോണ്ട് ഇനി എല്ലാവരും വിൻ്ററിലേക്കുള്ള പ്രിപ്പറേഷനിലാണ്. പപ്പ ഒരു സ്ഥലത്ത് വൈൻ ഉണ്ടാക്കുന്നുണ്ട്. ഇത്തവണ വൈൻ്റെ ഫുൾ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, കാരണം ഓൾറെഡി ഞാൻ എടുത്തിട്ടുണ്ട്. അന്ന് ചെയ്തതിനേക്കാളും കുറച്ച് കുറവാണ് ഇത്തവണ വൈൻ ഉണ്ടാക്കിയത്. അന്ന് 600-700 കിലോന് എന്താണ് ചെയ്തത്. ഇത്തവണ 300-400 കിലോനാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ വൈൻ ഉണ്ട് കേട്ടോ. വൈൻ കുടിക്കുന്ന വീഡിയോ ഞാൻ ഷോർട്സ് ആക്കിയിട്ട് ഇടാം. അപ്പോൾ ഇന്ന് നമ്മൾ ഇതുപോലെ ഒരു വിൻ്റർ ഫുഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കാരണം ഇതുവരെ മസ്റ്റോണിയിൽ ഉണ്ടാക്കിയിട്ടില്ല. എല്ലാവരും ഈ ഒരു ഏരിയ മൊത്തം ഒരുവിധം എല്ലാ വീടുകളിലും ഉണ്ടാക്കും ഓരോരോ വെറൈറ്റി ഐറ്റംസ്. പ്രത്യേകിച്ച് ഈ റെഡ് പെപ്പറാണ് മെയിൻ സാധനം എന്ന് പറയുന്നത്. റെഡ് പെപ്പറാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നതും ഞാനും അമ്മയും കൂടെ ഉണ്ടാക്കുന്നതാണ്. ഓൾമോസ്റ്റ് വൈകുന്നേരം നമ്മളൊരു 3:30 ആവാനായി. 3:30 സ്റ്റാർട്ട് ചെയ്യുന്നത്. അത്രയൊന്നുമില്ല കേട്ടോ, ഒരു 6 കിലോ പെപ്പർ. അത് പറഞ്ഞാൽ ഒരുപാടൊന്നുമില്ല, കുറച്ച്. നമുക്ക് ഇത്തവണ ട്രൈ ചെയ്ത് നോക്കാം, ഇനി വരുന്ന വർഷങ്ങളിൽ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളും ഉള്ളത് കാണിച്ചു തരാം, നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാം. ഇതൊരു കുഞ്ഞു വീഡിയോ ആവാനാണ് സാധ്യത. എങ്ങനെയാണെന്ന് കേട്ടോ. ഈ ചുവന്ന പെപ്പേഴ്സ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും. പിന്നെ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്, ഈ പെപ്പർ മാത്രമേ ഉള്ളൂ ഇവിടെ? ഇതുകൊണ്ടാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ടേസ്റ്റി ആയിട്ടുള്ള ഡിഷസ് ഉണ്ടാക്കുന്നത്. ഇപ്പം ഞാൻ സംസാരിക്കുമ്പം ഈ ഒരു പെപ്പറിന് ഇവിടെ കിട്ടാനേ ഇല്ല. നല്ല ഫ്രഷായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഡിഷസും ഒന്നും കിട്ടാനില്ല. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഉണ്ടാക്കിയ സിംനിറ്റ്സിയാണ് ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്, ടോസ്റ്റ് ചെയ്ത ബ്രെഡിൻ്റെ കൂടിയും. പിന്നെ പുറം രാജ്യങ്ങളിൽ, അതായത് യൂറോപ്യൻ രാജ്യങ്ങളിൽ തീർച്ചയായിട്ടും ബ്രെഡ് എന്ന് പറയുന്നത് ഒരു മെയിൻ ഘടകം തന്നെയാണ്. എല്ലാത്തിൻ്റെ കൂടെയും ബ്രെഡ്. ഇവിടെയുള്ള ആൾക്കാർ പാസ്തൻ്റെ കൂടെ വരെ ബ്രെഡ് കഴിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. അങ്ങനെ എല്ലാ പെപ്പേഴ്സിനെയും കഴുകി അതിൻ്റെ ഉള്ളിലുള്ള സീഡ്സ് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു സീഡ്സ് വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. പക്ഷേ സീഡ്സ് ഇടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എല്ലാ സീഡ്സിനെയും റിമൂവ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ബെറ്റർ വിത്തൗട്ട് സീഡ്സാണ്. അങ്ങനെ ഞാൻ ഓരോരോ പെപ്പേഴ്സായിട്ട് ഫുൾ സീഡ്സൊക്കെ റിമൂവ് ചെയ്ത്, പിന്നെ നമ്മൾ രണ്ടുപേരും വർക്ക് സ്പ്ലിറ്റ് ചെയ്തെടുത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ തീർന്നു കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ ഒരു 6-7 കിലോനാണ്. മമ്മ കഥ പറയുന്നുണ്ടായിരുന്നു, എന്നെ സ്റ്റോറിൽ നിന്ന് പറ്റിച്ചു. കാരണം 7 കിലോ എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ വന്ന് മെഷർ ചെയ്ത് നോക്കിയപ്പം 6 കിലോൻ്റെ അടുത്തേ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ ഫുൾ പെപ്പേഴ്സും സെറ്റായിട്ടോ. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ വേവിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ആ ലിക്വിഡ് ഉണ്ടാക്കാൻ വേണ്ടി, നമ്മൾ വേവിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ബോയിലിംഗ് ലിക്വിഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഒക്കെ ഇവിടെ മെഷർമെൻറ്റിലാണ് കേട്ടോ. ഞാൻ പ്രോപ്പറായിട്ട് മെഷർമെൻറ്റ് പറയാത്തത് എന്താ വെച്ചാൽ, നമ്മൾ തീർച്ചയായിട്ടും ഈ ഒരു ടൈപ്പ് ഓഫ് പെപ്പർ നമ്മളെ നാട്ടിൽ കിട്ടില്ല. ബട്ട് സ്റ്റിൽ ഞാൻ പറയാം. ഉപ്പും പിന്നെ ഈ ഒഴിക്കുന്നത് വിനീഗറാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരു കാര്യം എന്താ വെച്ചാൽ, ഇവിടെ വിനീഗർ പപ്പ ഉണ്ടാക്കുന്നതാണ് കേട്ടോ, നാച്ചുറൽ ആയിട്ടുള്ള വിനീഗറാണ്. പക്ഷേ ഇത് ഒഴിക്കുന്നത് സിന്തറ്റിക് വിനീഗർ, നമ്മൾ നാട്ടിലൊക്കെ കിട്ടുന്നില്ലേ, അതാണ് കേട്ടോ ഒഴിക്കുന്നത്. ബാക്കി എല്ലാ സാലഡ്സിനൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള വിനീഗറാണ്. അതിന് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. ഈ വെള്ളം നല്ലോണം തിളച്ചിട്ടാണ് കേട്ടോ നമ്മൾ ആ പെപ്പേഴ്സിനൊക്കെ വെള്ളത്തിലോട്ടേക്ക് ഇടാൻ പോകുന്നത്. എല്ലാ പെപ്പേഴ്സിനെയും ഇതുപോലെ ബോയിൽ ചെയ്തെടുക്കണം. Careful, Abhi. Okay. Now we wait. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഈ ഒരു പെപ്പേഴ്സ് തിളച്ച് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് മതി കേട്ടോ. ആ ഒരു തിക്കായിട്ടുള്ള പെപ്പേഴ്സിനെ ഒന്ന് സോഫ്റ്റൻ ചെയ്തെടുക്കാനാണ് നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യുന്നത്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ കുക്ക് ചെയ്യുന്ന ടൈമിൽ ഈ റോ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിന് ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണ്. പിന്നെ ഒന്നാമത് ഉപ്പ് പിടിക്കാൻ കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത്. ശ്രദ്ധിച്ച്, അതാണ് മുന്നത്തെ വീഡിയോ ക്ലിപ്പിൽ എൻ്റെ അടുത്ത് മമ്മ ശ്രദ്ധിക്കാനുള്ള മുന്നറിയിപ്പ് തന്നത്. നല്ല തിളച്ചതാണ്, അപ്പോൾ അത്ര വലിയ സുഖം ഉണ്ടാവില്ല മേത്തായി കഴിഞ്ഞാൽ. അങ്ങനെ ഓരോരോ പെപ്പേഴ്സിനെ ഞാൻ അതിൽ നിന്ന് എടുത്തിട്ട് ഡ്രെയിൻ ചെയ്തിട്ടാണ് ഇടുന്നത്. അധികം വെള്ളം ഉണ്ടാവാൻ പാടില്ല, കാരണം നമ്മൾ അച്ചാറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിൽ വെള്ളമായി കഴിഞ്ഞാൽ അത് കേടാവില്ലേ. അതുപോലെ ഓവറായിട്ട് ഞാൻ ഡ്രെയിൻ ചെയ്യുന്നില്ല, പക്ഷേ സ്റ്റിൽ എന്നാലും മാക്സിമം റിമൂവ് ചെയ്യാൻ പറ്റുന്ന വെള്ളമൊക്കെ റിമൂവ് ചെയ്ത് ഈ വലിയ പാത്രമില്ലേ, ഈ വലിയ പാത്രത്തിലാണ് നമ്മൾ ഡിഷ് ഉണ്ടാക്കാൻ പോകുന്നത്.
നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാനല്ലോ, എത്ര ബോട്ടിൽ കിട്ടുമെന്നൊന്നും അറിയില്ല, പക്ഷേ ലാസ്റ്റിലോട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര ബോട്ടിൽ കിട്ടി എന്നുള്ളത്. ഇത് എൻ്റെ ആദ്യത്തെ തവണയാണ് ഇങ്ങനെ ഒരു 2-3 പ്രാവശ്യം ഞാൻ ഉണ്ടാക്കി കേട്ടോ. ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ഞാൻ എക്സ്പെർട്ടായി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ടേസ്റ്റ് കൂട്ടാനും ടേസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും ഉപ്പ് കൂട്ടാനും ഒക്കെ ഞാൻ പഠിച്ചു. അങ്ങനെ അടുത്ത ബാച്ച് ഓഫ് പെപ്പേഴ്സ് ഇടുകയാണ്. ഇത് ഓൾമോസ്റ്റ് ഒരു 3/4 മണിക്കൂർ എടുത്തു കേട്ടോ ഇതൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട്. ഒരു 10 ബാച്ചിൻ്റെ അടുത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് അമ്മയ്ക്ക് ഞാൻ റെസ്റ്റ് ചെയ്യാനുള്ള ടൈം കൊടുത്ത് ഇത് ഞാൻ ഏറ്റു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫുള്ള് സെറ്റാക്കി കേട്ടോ. പെപ്പേഴ്സിനൊക്കെ നല്ല വൃത്തിക്ക് അമ്മ പറഞ്ഞ് പഠിപ്പിച്ചെന്ന പോലെ തന്നെ ഞാൻ ചെയ്തു. കണ്ടല്ലോ, ഇനി ഈ ഒരു പെപ്പേഴ്സ് മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. വലിയ ബോറടിക്കാത്തതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും ഒരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ. വേഗം ഞാൻ അതിനെ കുക്ക് ചെയ്തെടുത്തു. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാമല്ലോ, ഈ പച്ചയായ പെപ്പേഴ്സിന് ആ സോൾട്ടിൽ ഡിപ്പ് ചെയ്ത പെപ്പേഴ്സും നല്ല ഡിഫറൻസ് ഉണ്ട്. അതിൻ്റെ സ്കിന്ന് ഭയങ്കര മോയ്സ്ചർ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എൻ്റെ ലാസ്റ്റ് ബാച്ച് ഓഫ് പെപ്പേഴ്സിനെയാണ് ഞാൻ ഇടുന്നത്. ഇത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് മമ്മ വന്നിട്ട് വേണം അറിയാൻ വേണ്ടിയിട്ട്. ഒരു 4 മണിക്കൂർ മൊത്തത്തിൽ എടുത്തിട്ടുണ്ടാവും. അതിൻ്റെ റിസൾട്ടും അതിൻ്റെ ടേസ്റ്റും നിങ്ങൾക്ക് ലാസ്റ്റ് കാണാൻ പറ്റും. ഇതിൽ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ഉണ്ട് കേട്ടോ. കാരണം ഈ പെപ്പേഴ്സ് മാത്രം വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി വളരെ കുറഞ്ഞു പോകും, പക്ഷേ ടേസ്റ്റും ഉണ്ടാവും. അതല്ലാതെ ഇതിൽ നമ്മൾ വഴുതനങ്ങയും കൂടെ ഇടുന്നുണ്ട്. അതിടുന്ന എന്തിനാ വെച്ചാൽ കുറച്ചും കൂടെ ക്വാണ്ടിറ്റിക്കും, പിന്നെ ബ്രിഞ്ചോൾ ഇട്ട് കഴിഞ്ഞാൽ ആ ബ്രിഞ്ചോളിൻ്റെ ടേസ്റ്റ് അല്ല കേട്ടോ കൂടുതലായിട്ടുണ്ടാവുക, അതിൽ പെപ്പേഴ്സിൻ്റെ ടേസ്റ്റാണ് ഉണ്ടാവുക. അത് ക്വാണ്ടിറ്റിക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ ബ്രിഞ്ചോൾ യൂസ് ചെയ്യുന്നത്. ബ്രിഞ്ചോളിനെ നല്ലോണം കഴുകി തുടച്ച് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലോട്ട് കുറച്ച് ലൈൻസ് ഇട്ടിട്ട് നമ്മൾ ഓവനിലേക്ക് കയറ്റാണ്. കാരണം അത് ഇനിയിപ്പം അതിനെ ഒന്ന് നല്ലോണം നമ്മൾ ഇപ്പം കട്ടിയുള്ള റോ ബ്രിഞ്ചോളിനെ നമ്മൾ ഹീറ്റ് ചെയ്തിട്ട് കുറച്ച് സോഫ്റ്റാക്കി എടുക്കാൻ പോവാണ്. ഇനി അടുത്ത പരിപാടി പറഞ്ഞാൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ച പെപ്പേഴ്സിനൊക്കെ കുഞ്ഞു കഷ്ണങ്ങളാക്കി കട്ട് ചെയ്യണം. ഈ കുഞ്ഞു കഷ്ണങ്ങളെ കട്ട് ചെയ്താൽ ടേസ്റ്റ് ഒന്നും കൂടെ കൂട്ടും കേട്ടോ. ഭയങ്കര അടിപൊളിയാണ്. ഇതിന് വേറെ ഒരു അഡീഷണൽ 1/2 മണിക്കൂറും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു മുറിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ബ്രിഞ്ചോൾ സെറ്റ് ചെയ്ത് ഇത് ഇങ്ങനത്തെ ഒരു പരിപാടി എടുക്കുന്ന കണ്ടില്ലേ, നമ്മൾ വേവിക്കുന്ന മാതിരി അതേപോലെ വേവിച്ച് നമ്മൾ മുറിച്ച് വെച്ച പെപ്പേഴ്സിലോട്ട് ഈ ബ്രിഞ്ചോളിനെ ഉടച്ചിടുകയാണ് ചെയ്യുന്നത് രണ്ടും കൂടെ. ഇതിൽ ഓൾറെഡി ഓയിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. സൺഫ്ലവർ ഓയിലാണ്. നമ്മൾ നാട്ടിലെ പോലെ വെളിച്ചെണ്ണയല്ല ഇവിടെ യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ ഞാൻ കണ്ടിട്ടേ ഇല്ല വന്നതിന് ശേഷം. ആകെ നമ്മൾ ഡാൽഡ ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇവിടെ വെളിച്ചെണ്ണ ഉള്ളത്. ഒന്നാമത് ലിക്വിഡ് ഫോമിൽ വെളിച്ചെണ്ണ സ്റ്റൈലിൽ തണുപ്പായതുകൊണ്ട്. അങ്ങനെ നല്ലോണം നമ്മൾ ഈ 2 മിക്സ് ചെയ്യണം. കണ്ടിന്യൂസ്ലി മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് അടി പിടിക്കും പെട്ടെന്ന് തന്നെ. ഇപ്പം ഇതാണ് കേട്ടോ ക്വാണ്ടിറ്റി. നിങ്ങൾ കണ്ടല്ലോ, ഓൾമോസ്റ്റ് അതിൻ്റെ ആ ബേക്കിംഗ് പാനല്ല കുക്കിംഗ് പാനിൻ്റെ മേലെ വരെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് അവസാനമാകുമ്പോഴത്തോട്ടും അടിയിലെത്തും കേട്ടോ. പറയുമ്പോൾ തന്നെ എനിക്ക് വായിന്ന് വെള്ളം വരും. ഒരുവിധം കുക്കിംഗ് വീഡിയോസൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഞാനിത് കണ്ടിട്ട് ഇതിൻ്റെ ടേസ്റ്റ് എനിക്കറിയാമല്ലോ, അതുകൊണ്ട് ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് വായിന്ന് വെള്ളം വരും കേട്ടോ. വൈകുന്നേരം ഒരു 3 മണിക്കായപ്പോൾ തുടങ്ങിയതാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 6 മണിക്കായിട്ടുണ്ടാവും കേട്ടോ. ഇനി ഇത് കിടന്ന് 1 മണിക്കൂർ 1.5 മണിക്കൂറെങ്കിലും ഇതിങ്ങനെ സ്റ്റവിലിരുന്ന് നല്ലോണം കുക്ക് ചെയ്യണം. നമ്മളിത് പുറത്തുണ്ടാക്കുന്ന കാരണം എന്താ വെച്ചാൽ ഇത് ഗ്യാസാണ്, ഉള്ളിൽ മറ്റേ കറണ്ട് അങ്ങനത്തെ അടുപ്പാണ്. ഇത് പുറത്തുള്ളത് ഗ്യാസ് സ്റ്റവാണ്, അതുകൊണ്ട് പെട്ടെന്നാവും. അങ്ങനെ ഇത് മമ്മ ബോട്ടിൽസൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി വെച്ചാണ് കേട്ടോ. സ്റ്റെറിലൈസ് ചെയ്താലേ ഉള്ളൂ നമുക്ക് ഈ ഉണ്ടാക്കി വെച്ച സാധനം അതിലേക്ക് ഒഴിച്ച് നല്ല വൃത്തിയായി നിൽക്കുള്ളൂ. ഞാൻ പറഞ്ഞില്ല, അച്ചാർ ഇടുന്ന പോലെ നമ്മൾ വെള്ളമായി കഴിഞ്ഞാൽ ഇത് കേടാവും. അങ്ങനെ നമ്മളുടെ സിംനിച്ച ഇവിടെ സെറ്റായിട്ടുണ്ട്. അടുത്ത പരിപാടി ചൂടോടുകൂടെ ഇടാൻ പറ്റുമെന്ന് ചോദ്യം വരുമെന്ന് എനിക്കറിയാം. കുഴപ്പമൊന്നുമില്ല, ചൂടോടുകൂടെ ഇടാൻ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും ആ പരിപാടി ഏറ്റു. കാരണം എനിക്ക് ലാസ്റ്റുള്ള സാധനം കഴിക്കാൻ പൂതിയായിട്ടുണ്ടല്ലോ. മുന്നത്തെ വീഡിയോയിൽ ഞാൻ ഐവർ ഉണ്ടാക്കുന്ന സമയത്ത് അത് കഴിച്ചിട്ടുണ്ടേ, പക്ഷേ ഇത് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് സാധനമാണ്. പിന്നെ ലാസ്റ്റ് ഞങ്ങൾ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉപ്പ് ലാസ്റ്റ് ആഡ് ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മൾ ആ ബോയിൽ ചെയ്യുന്ന സമയത്ത് ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ആ പെപ്പേഴ്സിലൊക്കെ അത്യാവശ്യം ഉപ്പുണ്ടാവും. അതുകൊണ്ട് നോക്കി ശ്രദ്ധിച്ചിട്ട് വേണം ഉപ്പിടാൻ വേണ്ടിയിട്ട്. ഒരു 9 ബോട്ടിൽ 8 ബോട്ടിൽ കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ കുപ്പികളൊക്കെ ഇങ്ങനെ സെറ്റാക്കി സേഫാക്കി നല്ല ടൈറ്റാക്കി മൂടണം കേട്ടോ. Strong. Very strong. It's more essential. Okay.
അങ്ങനെ ഇതാ ആ ചൂടിൽ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് 2-3 തുണികൾ വെച്ചിട്ട് കവർ ചെയ്ത് വെച്ചത്. ബാക്കി വന്നത് നമുക്ക് കഴിക്കാനുള്ളതാണ് കേട്ടോ. കാരണം അത്രയും ഇത് കുപ്പിയിൽ സ്റ്റോർ ചെയ്ത് വെച്ച കാര്യമില്ല. അത് മേലെ ഒരു ലെവൽ വെച്ച് എത്തി നല്ല ടൈറ്റാക്കി മൂടി വെക്കണം. എന്നാലുള്ളൂ നമ്മൾ വിൻ്ററിൽ എടുക്കുന്ന സമയത്ത് സെറ്റായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. ആ ഒരു എയർ ടൈറ്റ് നമ്മൾ സ്റ്റോറിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു ഫീൽ കിട്ടുള്ളൂ. പിന്നെ ഇതാ നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇതൊരു 7:30-8 മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. ഇതിനങ്ങനെ പ്രത്യേകിച്ച് എരിവില്ല, നമ്മൾ എരിവുള്ള പെപ്പേഴ്സ് ഇട്ടിട്ടില്ലല്ലോ. പക്ഷെ ആ ഒരു മധുരവും ആ ഒരു പുളിയും ഉപ്പും കൂടെ ചേർന്നിട്ട് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. ഇതാണ് കേട്ടോ ഈ ഡിഷിൻ്റെ ഏറ്റവും ടേസ്റ്റിയസ്റ്റ് ഭാഗം. ടേസ്റ്റ് എനിക്ക് എങ്ങനെ പറഞ്ഞിരുന്നെന്ന് അറിയില്ല, പക്ഷെ ഒരു എന്താ പറയുക, എനിക്കറിയില്ല എങ്ങനെ പറഞ്ഞിരുന്നു. അപ്പം ഞങ്ങളുടെ വിൻ്റർ മേക്കിംഗ് ഫുഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാനിത് കഴിക്കട്ടെ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ. പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റ.